ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ. അതിനു മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചേക്കണേ. അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനിയും ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്ന വിവരം ഇതുവരെ അനാമികയോ ജലജയോ ജാനകിയോ രേവതിയോ വേണുവോ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ദേവയാനിയും നയനയും ഭയങ്കര സ്നേഹത്തിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദേവയാനി ഒരു തീരുമാനം എടുക്കുന്നത്. ഇനി ഇവിടെ നയനയെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. നയനി ഇനി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ജോലിയെല്ലാം നയനയെ കൊണ്ട് ചെയ്യിക്കും. അനാമിക തടി തപ്പി ഇങ്ങനെ ഫോണിലും കുത്തി അവിടെ ഇവിടെയും നടന്ന് ഇങ്ങനെ നടക്കുകയുള്ളൂ. അവിടെ ഇവിടെയും ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ ടൂർ അടിച്ച് നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികനെ കൊണ്ടും കൂടെ പണി ചെയ്യിപ്പിക്കണം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനാമിക ഗർഭിണിയാന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ അനി ചെറിയ സപ്പോർട്ട് അനാമികയ്ക്ക് ഉണ്ട്. അനിയുടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. തന്റെ കുഞ്ഞാണല്ലോ അനാമികയുടെ വയറ്റിൽ വളരുന്നത് എന്നതിന്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ കള്ളത്തരമാണ്. ഒരിക്കലും നമ്മുടെ അനിയും അനാമികയും ഒന്നിക്കുകയോ നമ്മുടെ അനാമിക ഗർഭിണിയോ ആയിട്ടില്ല. വെറും കള്ളത്തരം മാത്രമാണ്. അപ്പൊ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ വീട്ടിലെ പണികളൊന്നും ചെയ്യണ്ട എന്നൊരു വിചാരം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അനിക്കാണെങ്കിൽ പിന്നെ തന്നെ വിട്ടു പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. നന്ദുവായിട്ടുള്ള കണക്ഷൻ വീടും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ആ ഒരു കള്ളത്തരം പറയാൻ രേവതിയും വേണുവും കൂടെ നമ്മുടെ അനാമികയെ കൊണ്ട് പറയിപ്പിച്ചതാ കള്ളത്തരം. അങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുകയാണ്. തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെ എങ്ങനെയും ഒക്കെ ജീവിച്ചു പോവുകയാണ് നമ്മുടെ അനാമിക. കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ജീവിച്ചു പോകുന്നു. അപ്പൊ നയനി ആ വീട്ടിലെ പണിയൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കരള് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ദേവയാനിക്ക് വന്ന മാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ജലജയും ജാനകിയും വേണുവും നമ്മുടെ അനാമികയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരള് മാറ്റിവെച്ചതിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. കാരണം ദേവയാനിക്ക് വന്ന ആ ഒരു മാറ്റം ഇവരെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ദേവയാനിക്ക് പെട്ടെന്നൊരു സ്നേഹം നയനിയോട് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാം. പക്ഷേ നമ്മുടെ ദേവയാനി അത് സമ്മതിക്കുന്നൊന്നുമില്ല. ന്യായത്തിന്റെ കൂടെയാണ് താൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നയനിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരിക്കലും കരള് മാറ്റി വെച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ജലജ പറയുന്നുണ്ട്, കരള് മാറ്റി വെക്കുമ്പോൾ ഒരാളുടെ സ്വഭാവം മാറുമോ? കരളല്ലേ മാറ്റി വെക്കുന്നത്. ഇനിയിപ്പൊ കരള് മാറ്റി വെക്കുന്നവരുടെ സ്വഭാവം ഏടത്തേക്ക് കിട്ടിയതായിരിക്കുവോ? അപ്പൊ അനാമിക പറയും, ഇത് അതൊന്നും അല്ല, ഇത് അവളുണ്ടല്ലോ കൈവശം അങ്ങാണ്ട് കൊടുത്ത് മയക്കി എടുത്തതാ വല്യമ്മേനെ. അല്ലാതെ വല്യമ്മ അങ്ങനെ മാറത്തൊന്നുമില്ല. എന്നോട് എന്ത് സ്നേഹമായിരുന്നു വല്യമ്മയ്ക്ക്. ഇപ്പൊ എന്തേ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഇപ്പൊ ജാനകി പറയാ. മോളെ എന്തിനാ അവള് സ്നേഹിക്കുന്നത്? ഞാനല്ലേ നിന്റെ അമ്മായിയമ്മ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിന്റെ വല്യമ്മയുടെ സ്നേഹമൊന്നും നിനക്ക് വേണ്ട. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് മതി. ഇപ്പം അനിയും പഴയ പോലെ അല്ലല്ലോ. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അനിയും നിനക്കൊരു കെയർ തരുന്നില്ലേ? അതാമേ എനിക്കൊരു ഏക ആശ്വാസം. പിന്നെ എനിക്ക് വല്ലാത്ത മടുപ്പാണ് ഇപ്പൊ തോന്നുന്നത്. എന്തോ പണിയൊന്നും ചെയ്യാനങ്ങ് തോന്നുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ വല്യമ്മ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ജാനകി പറഞ്ഞു, അത് വേറെ ഒന്നും അല്ല മോളെ, ഗർഭിണിയാണല്ലോ. അപ്പം ഗർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പണി ചെയ്യണം. ഒത്തിരി പണി ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. പിന്നെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല, നടക്കണം. അതുകൊണ്ടൊക്കെയാണ് ഏടത്തി അങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജാനകിയും നല്ല കാര്യം തന്നെയാണ് പറയുന്നത്. ജാനകി നമ്മുടെ ദേവയാനിനെ അങ്ങ് കൂടുതൽ കുറ്റപ്പെടുത്തുന്നില്ല, ജലജയാണ് കുറ്റപ്പെടുത്താൻ കൂടുന്നത്. അപ്പൊ ഇതിനിടെ ഇവര് മുത്തശ്ശനെ കൊല്ലാനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ടു. ഇവര് ഗുളിക മാറി വെക്കുകയാണ്. ഗുളിക മാറി വെക്കുന്നത് നമ്മുടെ നവ്യയ്ക്ക് അറിയാം. നവ്യ ഇത് കാണുകയൊക്കെ ചെയ്തു കേട്ടോ. നവ്യ ഇത് കാണുകയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇവര് മാറ്റിവെക്കുന്ന ഗുളിക എടുത്ത് കറക്റ്റ് ആയിട്ട് വെക്കുക എന്നതാണ് ഇവരുടെ നമ്മുടെ നവ്യ ചെയ്യുന്നത്. ഇവര് ഗുളിക മാറ്റി വെക്കുമ്പം നമ്മുടെ നവ്യ കറക്റ്റ് ആയിട്ട് ഗുളിക എടുത്തു വെക്കും. അതുപോലെ തന്നെ നമ്മുടെ നവ്യയുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഉണ്ട് ഇവര് ഗുളിക മാറ്റി വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞ് നയനിയും നവിയും ആ ഒരു ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണമല്ലോ. അനാമിക ഇനിയും എന്തെങ്കിലുമൊക്കെ ക്രൂരത കാണിച്ചാല് അതിന് തെളിവ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ അനാമിക കളിച്ച് എവിടം വരെ പോകും എന്നറിയാമെന്നും പറഞ്ഞാണ് നവിയും നയനയും ഇരിക്കുന്നത്. അപ്പൊ ഇതിനിടെ നമ്മുടെ ദേവയാനി ഒരു പുതിയ തീരുമാനവുമായിട്ട് വരികയാണ്. നമ്മുടെ നയനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നയനി ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് എല്ലാവരും കുഴിമടിച്ചുകളാകുന്നതും ഈ അനാമിക ജോലിയൊന്നും ചെയ്യാത്തതും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഒത്തിരി ദിവസങ്ങളും ഒത്തിരി നാളുകളായിട്ട് ഓഫീസിൽ ഒരു ഡിസൈനറുടെ കുറവുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ കുറവ് നികത്താൻ വേണ്ടി നയനയെ നിർബന്ധിച്ച് ഓഫീസിലേക്ക് വിടുകയാണ്. അപ്പൊ നയനയ്ക്കൊരു താല്പര്യവും ഇല്ല കേട്ടോ.
നയന പറയുന്നുണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞപ്പം അത് ശരിയാവില്ല. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക വീണ്ടും പഠിച്ച കള്ളിയായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് മോള് ഒരു കാര്യം ചെയ്യണം. മോള് കരള് മാറ്റി വെച്ചിട്ടുണ്ട് മോക്ക്. അപ്പൊ മോൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മോൾ ഇങ്ങനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കിടന്ന് അധ്വാനിച്ച് പണി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. മോൾ ആദർശിന്റെ കൂടെ എന്നും രാവിലെ ഓഫീസിൽ പോണെന്ന്. അങ്ങനെ ആ ഒരു തീരുമാനം മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറഞ്ഞപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമായി. അവള് പോട്ടെ, അവൾ ഇവിടെ കിടന്ന് ഇത്രയും നാൾ പണിയെടുത്തതല്ലേ, അവള് പോട്ടെ. ഒന്നത് കരള് മാറ്റി വെച്ചത് മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയാലോ. അതുകൊണ്ട് ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യട്ടെ, ഒത്തിരി വിയർക്കൊന്നും വേണ്ട, പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നയന രാവിലെ ഓഫീസിലേക്ക് പോവാണ്. ഇത് കണ്ടിട്ട് അങ്ങോട്ട് അനാമികയ്ക്ക് പിടിക്കുന്നില്ല. അനാമികയ്ക്ക് ആ ഒരു ഓഫീസിൽ ഒരു സ്ഥാനവും ഇല്ലല്ലോ. അപ്പൊ അനാമിക ആണെങ്കിൽ അനിയോട് ചെന്ന് പറയാണ്, ഓഹോ എനിക്ക് ആ ഓഫീസിൽ ഒരു സ്ഥാനവും ഇല്ല, പക്ഷെ നയനയ്ക്ക് കണ്ടില്ലേ, അവളെ അവിടെ ഡിസൈനർ ആയിട്ട് കയറ്റി ഇരുത്തിയേക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട്, അത് പിന്നെ ഏടത്തിക്ക് നല്ലപോലെ ഡിസൈൻ ചെയ്യാൻ അറിയാം, ഏടത്തി നന്നായിട്ട് ഡിസൈൻ ചെയ്യും. ഏടത്തി വന്നതിൽ പിന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ പുതിയ കുറെ ഡിസൈൻസ് ഒക്കെ ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏടത്തി പോയതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും വരയ്ക്കാൻ അറിയാമോ, നിനക്ക് പേന എടുത്തൊരു വര നേരെ വരയ്ക്കാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പം അതറിയില്ല, വേറെ എത്ര ജോലികളുണ്ട്. അല്ല വേണ്ട, അവിടെ ഒരു മാനേജറിന്റെ സ്ഥാനത്ത് തന്നെ ഇരുത്തത്തില്ലേ. ഓ പിന്നെ മാനേജറിന്റെ സ്ഥാനത്ത് തന്നെ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല. നീ ഏതായാലും ഇപ്പം ഗർഭിണിയാണല്ലോ, ഗർഭിണികളെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ അത്യാവശ്യം നീ വല്യമ്മ പറയുന്ന പോലെ ചെയ്യാൻ പറയാ. അങ്ങനെ വീണ്ടും ഈ ഗർഭം എന്നത് നമ്മുടെ അനാമികയ്ക്ക് ഒരു ഭാരമായിട്ട് മാറുകയാണ്. ഗർഭിണിയാന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാനും പറ്റുന്നില്ല, ഇപ്പം പണിയെടുക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ നമ്മുടെ രേവതിയും ജാനകിയും ഒക്കെ കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. അനാമികയും ജലജയും ഒക്കെ കൂടി നയനെ തിരിച്ച് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കാതിരിക്കാം. അപ്പൊ നയനെ എന്ത് ചെയ്യും, കയറി അടുക്കളയിൽ കയറി പാചകം ചെയ്യാതിരിക്കത്തില്ല. അവളുടെ അമ്മായിയമ്മേനെയും അവളുടെ ഭർത്താവിനെയും അവളുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെ സ്നേഹിക്കുന്ന അവള് ഇവിടെ പിന്നെ പാചകം ചെയ്യൂലോ. അപ്പൊ പിന്നെ നമുക്കും കഴിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പം അവള് ഓഫീസിൽ പോക്ക് അങ്ങ് നിർത്തിയിട്ട് ഇവിടെ സ്ഥിരം അവളാകും. അപ്പൊ അത് മതി എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് ഇവര് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നയന വന്നു. നയന ഓട്ടോയിലൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഓടിച്ചെന്ന് പറയുകയാണ്, എടി നിനക്ക് ആ ഒരു തഞ്ചാവൂർ പുലാവ് ഉണ്ടാക്കാൻ അറിയില്ലേ, ആ പുലാവ് ഇന്ന് ഉണ്ടാക്കണം, ഞങ്ങൾക്കത് അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അത് അറിയില്ല. അനാമിക മോൾക്ക് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എങ്കിൽ പിന്നെ നീ അത് നീ എന്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ടയേർഡായിട്ടാ വന്നത്, ഇന്ന് വല്ലാത്ത വർക്ക് കൂടുതലായിരുന്നു, ഞാൻ ഒന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പോ റെസ്റ്റ് ഒന്നും എടുക്കണ്ട നീ, എന്തിന് നീ ആ ഓഫീസിൽ പോയി ചുമ്മാ ഇരുന്ന ഒരു പേനയും എടുത്ത് വരയ്ക്കുന്നതിനാണോ നീ റെസ്റ്റ് എടുക്കണത്? അതൊന്നും പറ്റത്തില്ല, റെസ്റ്റ് ഒന്നും വേണ്ട. ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും കഴിച്ചിട്ടില്ല. മുത്തച്ഛനും മുത്തശ്ശി അവിടെ പട്ടിണിയാണ്. ദേ നിനക്ക് ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിക്കും കൊടുക്കാം. മുത്തച്ഛനും മുത്തശ്ശിയും പട്ടിണിയാന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് കുറച്ച് വിഷമമായിട്ടോ. അപ്പൊ നയന് ചോദിച്ചു, അപ്പൊ മുത്തശ്ശനും മുത്തശ്ശി ഇതുവരെ ഒന്നും കഴിച്ചില്ലേന്ന് ചോദിച്ചപ്പം ഇല്ല, ഒന്നും കഴിച്ചില്ല. ഇത് കേട്ടോണ്ട് നയനയ്ക്ക് സഹിക്കും. നയന പെട്ടെന്ന് അടുക്കളയിൽ കയറി ആഹാരം അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആഹാരം അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം. ഓ ആഹാരം ഉണ്ടാക്കാൻ ഏതായാലും തുടങ്ങിയല്ലോ, ഇനി അവൾ ഏതായാലും ഇന്നും കൂടി ആഹാരം ഉണ്ടായി കഴിയുമ്പോൾ നാളെ അവൾ മടുക്കും. അപ്പൊ നാളെ ഓഫീസിലും പോയി ഇവിടുത്തെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവക്ക് പറ്റില്ല. അപ്പൊ വേണ്ട, അത് മതി എന്നിങ്ങനെ ഇവർ ആശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരം സന്ധ്യയായി. അവർ അത്താഴമൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഇന്ന് അത്താഴത്തിന് പകരം പുലാവാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മുത്തശ്ശി ആ പുലാവാണല്ലേ, അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എല്ലാവരും ഊണുമേശയിലിരുന്ന് പുലാവ് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും ദേവയാനിയും എല്ലാവരും ഉണ്ട്. നയനയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒക്കെ വിളമ്പി കൊടുത്ത് നമ്മുടെ അനാമികയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോ പ്ലേറ്റ് അങ്ങ് മാറ്റിട്ടോ. അപ്പൊ എന്ത് ചെയ്തു, അനാമികയുടെ ദേഹത്തേക്ക് ആ പുലാവൊക്കെ അങ്ങ് വീണു. ഓഹോ, അപ്പൊ ഇവള് മനഃപൂർവ്വം ചെയ്തതാ. ഇവള് മനഃപൂർവ്വം എന്റെ ദേഹത്താക്കാൻ വേണ്ടി. കണ്ടില്ലേ മുത്തശ്ശി, ഇവളോട് ഞാൻ പുലാവ് ഉണ്ടാക്കി തരാൻ പറഞ്ഞതിന്റെ വാശിയാ ഇവക്ക്. ഇവള് ടയേർഡായി എന്ന് പറഞ്ഞിട്ട് ഇവള് പുലാവ് ഉണ്ടാക്കിയില്ലേ, അതിന്റെ അഹങ്കാരം ഇവക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, എന്താ അനാമിക മോളെ നീ പറയുന്നത്? അവള് കണ്ടില്ല, നയനമോള് കണ്ടു കാണത്തില്ല, അതായിരിക്കും. അല്ലാതെ മനഃപൂർവ്വം ഒരാളുടെ ദേഹത്തേക്ക് ഇതൊക്കെ വാരിയിടേണ്ട കാര്യമില്ല. അത് പ്രത്യേകിച്ച് നയനമോൾ അങ്ങനെ ചെയ്യില്ല. ഭക്ഷണ സാധനമാണ്, അവള് സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറയുന്ന ആർക്കും ഇവിടെ വിശ്വാസം ഇല്ലല്ലോ. ഇതാ ഇവിടെ ഉള്ളവരുമായിട്ട് എനിക്ക് യോജിക്കാൻ പാട്. എന്തും എന്റെ തലയിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാൻ ഇവിടെ കള്ളത്തരം ആണെന്നല്ലേ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് രേവതി പുലാവ് എടുത്ത് വായി വെച്ചിട്ട് പറഞ്ഞാ, ഈ ഇതിനൊരു ടേസ്റ്റും ഇല്ലല്ലോ, ഇതെന്താ ഇവള് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതും ഇവള് പണി തന്നത് തന്നെയാ. ഇവളെല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പുലാവിന്റെ ടേസ്റ്റ് ഇതിനില്ല.
ഇവള് മനഃപൂർവ്വം എന്റെ മോള് കഴിക്കാതിരിക്കാൻ വേണ്ടി അവള് ചെയ്ത പണിയായത് എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. ഇത് കേട്ടപ്പോ നമ്മുടെ വസന്തരയ്ക്കും മൂർത്തി മുത്തശ്ശനൊക്കെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ദേ രേവതി, നിങ്ങള് കൂടുതൽ സംസാരിക്കരുത്. കാരണം ഇത് ഇത്രയും പേര് കഴിച്ചിട്ട് ടേസ്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രം ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ലേ. വേണ്ടെങ്കിൽ കഴിക്കണ്ട, നിങ്ങൾ എണീറ്റ് പൊക്കോളാൻ പറഞ്ഞു. രേവതിക്ക് അത് കഴിക്കണം എന്നുകൊണ്ട് എണീറ്റ് പോകുകയും വേണം. ആ ഒരു അവസ്ഥയായി പോയി. അങ്ങനെ രേവതി എന്ത് ചെയ്തു, അതങ്ങ് മാറ്റി വെച്ചിട്ട് എണീറ്റ് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമികയും ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് അങ്ങ് എണീറ്റ് പോവുകയാണ്. ഏതായാലും രണ്ടുപേരും കൂടെ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇവര് രണ്ടുപേരും കൂടെ ലാസ്റ്റ് എന്ത് ചെയ്യും, അടുക്കളയിൽ കയറി കട്ട് തിന്നെയാണ്. വിശന്നിട്ട് ഈ പുലാവ് തന്നെ കട്ട് തിന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് അവർക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ നയന വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോവുകയാണ്. പുതിയതായിട്ടൊരു തീരുമാനവും കൂടെ മൂർത്തി പറഞ്ഞു. ഇനി നയനമോൾ അടുക്കളയിൽ കയറരുത്. ഇനി അടുക്കളയിൽ നിങ്ങൾക്ക് ആർക്കും കയറാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ ഒരു വേലക്കാരിനെ വെക്കണം. അതാ വേണ്ടെന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, അയ്യോ വേലക്കാരിനെ ഒന്നും വേണ്ട, വേലക്കാരിയുടെ ആവശ്യമൊന്നുമില്ല, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇത് ചെയ്തോളും. എന്റെ അനാമിക മോളും ഇത് ചെയ്യാൻ കൂടിക്കോളും. അനാമിക മോൾ ഇപ്പം പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അനങ്ങാതിരുന്നാൽ ശരിയാവില്ല. അനാമിക മോളും കൂടെ ഈ പണിയൊക്കെ ചെയ്തോളും എന്നിങ്ങനെ പറയുകയാണ് ഭയങ്കര സ്നേഹത്തോടു കൂടി. ഇത് കേട്ടപ്പോഴത്തേക്കും അനാമികയ്ക്ക് ധിക്കാരം പറയാൻ പറ്റില്ല. സ്നേഹത്തോടു കൂടി തന്നെയാണല്ലോ ദേവയാനി ഇതൊക്കെ പറഞ്ഞത്. ദേവയാനി 8ന്റെ പണി കൊടുത്തതാണെന്ന് അനാമികയ്ക്ക് അറിയത്തുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഇനി നടക്കാൻ പോകുന്ന കഥകളിൽ ഒരു ഭാഗമാണ്. ഇനിയിപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. നാളെ 12:30 ആകുമ്പോൾ വരാം. എല്ലാ ദിവസവും നമ്മൾ 12:30 ആകുമ്പം അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.